ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി സോയാബീൻ പെരട്ടാണ് കേട്ടോ. ചെറിയ ചെറിയ സോയാബീൻ കൊണ്ട് നമുക്ക് രുചികരമായ പെരട്ട് തയ്യാറാക്കാം. ചപ്പാത്തിക്ക്, പൊറോട്ടയ്ക്ക്, ദോശക്ക് ഒക്കെ കഴിക്കാൻ പറ്റിയ രുചികരമായ ഒരു റെസിപ്പിയാണ്. നിങ്ങളിതൊന്ന് കണ്ടു നോക്കൂ. ഞാനിവിടെ ഒരു കപ്പിൽ കുറച്ച് സോയാബീൻ എടുത്ത് വെള്ളത്തിലിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈസി കുക്കിൻ്റെ മേലെ നമുക്ക് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. ഉപ്പിട്ട വെള്ളമാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കഴുകിയെടുത്ത നമ്മുടെ ഈ സോയാബീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കാം. ഒരു തവി വെച്ച് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം ഇതുപോലെ പത വന്ന് തുടങ്ങും. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ചൂടാറിയതിന് ശേഷം പച്ചവെള്ളത്തിൽ ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഒരു 2 കഷ്ണം ഏലക്ക, 3 പട്ട, ഒരു 2-3 ഗ്രാമ്പു, പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു 4 വറ്റൽമുളക് പൊട്ടിച്ചത്, പിന്നെ നമുക്കിതിലേക്ക് ഒരു ലേശം തേങ്ങാക്കൊത്ത്, കുറച്ച് മതി കേട്ടോ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. തേങ്ങക്കൊരു ബ്രൗൺ കളർ വരുന്നത് വരെ വേണം കേട്ടോ ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് വേറൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഞാനിവിടെ ഒരു വലിയ സവാളയാണ് കേട്ടോ വളരെ കനം കുറച്ചിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനായിട്ട് നമുക്കൊരു തവി വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 2 സെക്കൻഡ് ശേഷം നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. എന്നിട്ടൊരു 2 സെക്കൻഡ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നോക്കൂ, നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ, സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും രണ്ടും കൂടി മിക്സാക്കിയത് നമുക്ക് ഇട്ട് കൊടുക്കാം. പേസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് വെളുത്തുള്ളി ഒരു 5-6 അല്ലി ചതച്ചെടുക്കാം. ഇഞ്ചി ഒരു കഷ്ണം ചതച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 3 മിനിറ്റ് നേരം നമുക്കിത് അടച്ച് വെക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെക്കാം. എന്നിട്ടൊരു 2-3 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറക്കാം. എന്നിട്ട് നമുക്കൊരു വലിയ തക്കാളി എടുത്ത് മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കതൊന്ന് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ സവാളയിലേക്ക് നമുക്ക് അരച്ചെടുത്ത തക്കാളി പേസ്റ്റ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ തക്കാളി സോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ തക്കാളി മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ പൊടിച്ചെടുത്ത നമ്മുടെ ഈ കൂട്ട് നമുക്ക് ഇതിലേക്കിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മുടെ ഈ പൊടികളെല്ലാം പൊടിച്ചെടുത്ത തേങ്ങാക്കൊത്തും എല്ലാം കൂടിയ മിക്സ് നമുക്ക് ഈ സവാളയിലിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചക്കുത്ത് മാറിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തക്കാളി അരച്ച മിക്സിയിൽ കുറച്ച് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വെള്ളം ഒഴിച്ച് ആ ജാറൊന്ന് കുലുക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്കൊരു കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ നമുക്ക് കുറച്ച് ഗ്രേവിക്ക് ആവശ്യമാണ്, അപ്പോൾ കുറച്ചുകൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് ടോട്ടൽ 1.5 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പിഴിഞ്ഞ് വെച്ച നമ്മുടെ സോയാബീൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. തവി വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട്. ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സോയാബീൻ വെള്ളത്തിലിട്ട് പിഴിഞ്ഞത് കൊണ്ട് തന്നെ ഉപ്പൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. കറിയിലും കുറച്ച്
നമ്മൾ സവാള വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറക്കാം. നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടാവും. മല്ലിച്ചപ്പ് അരിഞ്ഞെടുത്തത് കുറച്ചെടുത്ത് നമുക്കിതിൻ്റെ മീതേക്കൊന്ന് വിതറി കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ആ മല്ലിച്ചപ്പിൻ്റെ മണം കൂടി ഇതിലേക്കൊന്ന് ചേർന്ന് ഇറങ്ങട്ടെ. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. മല്ലിച്ചപ്പ് ഇട്ടതിന് ശേഷം ഇതുപോലെ തവി വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു 2 സെക്കൻഡ് നേരം നമുക്കിത് അടച്ച് വെക്കാം. രണ്ട് സെക്കൻഡിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. നല്ല സ്മെല്ല് വരും. നല്ല രുചിയാണ് കഴിക്കാനായിട്ട്. ചപ്പാത്തിക്കൊപ്പമായാലും പൊറോട്ടക്കൊപ്പമായാലും ദോശ എല്ലാത്തിനൊപ്പവും നമുക്ക് ഈ സോയാബീൻ പെരട്ട് നമുക്ക് കഴിക്കാം. വളരെ രുചികരമായ ഒന്നാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വിളമ്പാൻ നേരത്ത് നമുക്ക് ഇതിൻ്റെ മീതേക്ക് കുറച്ചുകൂടെ മല്ലിയില ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം കേട്ടോ. വളരെ രുചികരമായ ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ സപ്പോർട്ടും ചെയ്തേക്കണേ. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം.